മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പേരിൽ വനപാലകരെ ക്രൂശിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ. വനപാലകരുടെ സുരക്ഷയ്ക്കായി സർക്കാർ നടപടി വേണമെന്നും ആവശ്യം. വനനിയമ ഭേദഗതി ബില്ല് സംബന്ധിച്ച് തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും വനം വകുപ്പ് ജീവനക്കാരുടെ സംഘടന ആരോപിച്ചു. 1969 മുതൽ 2024 വരെ കൃത്യനിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ടത് 41 വനപാലകരാണ്. ഇതിൽ 10 പേർ സംഘടിത ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടവരാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വ്യാപകമായ ആക്രമണമാണ് വനംവകുപ്പ് ജീവനക്കാർക്ക് നേരിടേണ്ടി വന്നതെന്നും വനനിയമ ഭേദഗതിയിൽ വനപാലകരുടെ കൃത്യനിർവഹണവും സുരക്ഷയും ഉറപ്പാക്കുന്ന വ്യവസ്ഥ കൂടി ചേർക്കണമെന്നുമാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ ആവശ്യം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏകദേശം 60 മുതൽ 80ഓളം കേസുകളാണ് വനസംരക്ഷണ വിഭാഗം ജീവനക്കാരെ ജോലിക്കിടയിൽ ആക്രമിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തുന്നതിനെതിരെ ഉള്ള നടപടിയെടുക്കുവാനുള്ള അധികാരം ഈ ഭേദഗതിയിൽ കൂടി നടപ്പിലാക്കണം. ഇതിനെ ദുർബലപ്പെടുത്തരുത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ശക്തമായി. കേരള വനഭേദഗതി ബില്ല് സംബന്ധിച്ച തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ സംഘടന നിലപാട് വ്യക്തമാക്കി. വനനിയമ ഭേദഗതി പ്രവാസികൾക്കും കർഷകർക്കും എതിരാണെന്ന പ്രചാരണം തെറ്റാണെന്നാണ് വനംവകുപ്പ് ജീവനക്കാരുടെ സംഘടനയുടെ വാദം. മീഡിയ 1 പത്തനംതിട്ട.